നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ വളരെ സവിശേഷമായ ഒരു ഉത്സവത്തിലേക്കാണ്. കൊടുങ്ങല്ലൂർ ഭരണി. ഒറ്റനോട്ടത്തിൽ ഭ്രാന്തമായ ഒരാൾക്കൂട്ടമെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെയും ഉന്മാദത്തിന്റെയും ശക്തമായ സാമൂഹിക പ്രതിരോധത്തിന്റെയും കഥകളാണ്. അപ്പോ ആ ദൃശ്യമൊന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. ഈയൊരു വിവരണം മാത്രം മതി കൊടുങ്ങല്ലൂർ ഭരണിയുടെ ആ ഒരു തീവ്രത മനസ്സിലാക്കാൻ. നമുക്ക് നേരെ ആ ഉത്സവത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ പോകാം. ഇത് വെറുമൊരു ബഹളമല്ല, മറിച്ച് ഭക്തിയുടെയും പ്രതിരോധത്തിന്റെയും വളരെ ആഴത്തിലുള്ള ഒരു അനുഷ്ഠാനമാണ്. ഈയൊരു കാഴ്ചയുടെ അർത്ഥം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായ ഒരാളെ നമ്മൾ ആദ്യം അറിയണം. ഈ കൊടുങ്കാറ്റിന്റെ നടുവിലുള്ള ആ പ്രധാന വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. അതെ, നമ്മൾ സംസാരിക്കുന്നത് വെളിച്ചപ്പാടിനെക്കുറിച്ചാണ്. ആരാണീ വെളിച്ചപ്പാട്? ദൈവത്തിനും സാധാരണ മനുഷ്യർക്കുമിടയിലുള്ള ഒരു പാലം. അതാണ് വെളിച്ചപ്പാട്. വെളിച്ചപ്പാട് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെളിച്ചം വെളിപ്പെടുത്തുന്നയാളാണ്. ഉരഞ്ഞുതുള്ളി ഭദ്രകാളിയുടെ ചൈതന്യം സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാള്. അപ്പൊ അവരുടെ പ്രധാന റോൾ എന്തെന്ന് വെച്ചാല് ഭക്തർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, ദേവിയുടെ രൗദ്രമായ ഊർജത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ്. ഇനി വെളിച്ചപ്പാടിന്റെ വേഷവിധാനത്തിലേക്കൊന്ന് നോക്കിയേ. ഇതിലെ ഓരോ സാധനത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. വെറുതെ അണിയുന്നതല്ല ഇതൊന്നും. ഈ പള്ളിവാൾ, അരമണി, ചുവന്ന പട്ട്, മഞ്ഞള്, ഇതെല്ലാം ചേർന്ന് അവരെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ദൈവീക രൂപത്തിലേക്ക് മാറ്റുകയാണ്, അല്ലേ? ശരി, ഇനി നമുക്ക് ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് വരാം. കാവ് തീണ്ടൽ. ഇതെങ്ങനെയാണ് വെറുമൊരു ആചാരത്തിനപ്പുറം ഒരു വലിയ സാമൂഹിക വിമർശനമായി മാറുന്നതെന്ന് നോക്കാം. കാവ് തീണ്ടൽ, ആ വാക്കിന്റെ അർത്ഥം തന്നെ പുണ്യകാവിനെ അശുദ്ധമാക്കുക എന്നാണ്. സാധാരണ അമ്പലങ്ങളിലെ ശുദ്ധിയുടെയും വൃത്തിയുടെയും നിയമങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അതിന്റെ എല്ലാം നേരെ വിപരീതമായ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണിത്. ഈ ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കൊടുങ്ങല്ലൂർ തമ്പുരാൻ ഒരു ചുവന്ന കുട നിവർത്തും. അതാണ് സിഗ്നൽ. അതോടുകൂടി ആയിരക്കണക്കിന് വെളിച്ചപ്പാടന്മാർ ഉറിഞ്ഞുതുള്ളി ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറും. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ ഓട്ടം, കയ്യിലുള്ള വാളും വെടിയുമൊക്കെ വെച്ച് മേൽക്കൂരയ്ക്ക് അടിച്ചും. ഒടുവിൽ മഞ്ഞളും തേങ്ങയുമൊക്കെ ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതീകാത്മകമായി അശുദ്ധമാക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് ശുദ്ധീകരണത്തിനായി ക്ഷേത്രം അടച്ചിടും. ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന കീഴാള വിഭാഗങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ആ ക്ഷേത്രമുറ്റം സ്വന്തമാക്കാനുള്ള ഒരവസരമായിരുന്നു ഇത്. അവരുടെ ഒരു അവകാശ പ്രഖ്യാപനം. പക്ഷേ ഈ ഉത്സവത്തിലെ ഏറ്റവും വലിയ വിവാദം ഈ അശുദ്ധമാക്കൽ ഒന്നുമല്ല. അതിലും പ്രകോപനപരമായ ഒരു കാര്യമുണ്ട്. അത് ഭക്തർ പാടുന്ന പാട്ടുകളാണ്. അതെ, ചോദ്യം ഇതാണ്: എന്തിനാണൊരു ദേവിയെ ആരാധിക്കാൻ വേണ്ടി അശ്ലീല ഗാനങ്ങൾ പാടുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും, അല്ലേ? നമ്മുടെ ആരാധനാ സങ്കല്പങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. ഈ പാട്ടുകളെയാണ് തെറിപ്പാട്ട് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ തെറികളുടെ പാട്ട്. ദേവിക്ക് വേണ്ടി പാടുന്ന ലൈംഗികതയും പച്ചയായ പ്രയോഗങ്ങളും നിറഞ്ഞ പാട്ടുകളാണിത്. ഏറ്റവും രസകരമായ കാര്യം, ഇത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളും ഒരുപോലെ പാടുന്നു എന്നതാണ്. അവർ അത്രയധികം ആരാധിക്കുന്ന തങ്ങളുടെ ദേവിയുടെ മുന്നിൽ നിന്നാണ് ഇതെല്ലാം പാടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്? ഇതിന് പല വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ദാരികനെ കൊന്നതിന് ശേഷമുള്ള ദേവിയുടെ കലിയടക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ കണ്ണകി എന്ന ദേവിയുടെ ലൈംഗികമായ ആഗ്രഹങ്ങളെ ഉണർത്താനാണെന്ന് മറ്റൊരു വാദമുണ്ട്. വേറൊരു തിയറി എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ടുകൾ ദേവിക്കല്ല, മറിച്ച് ദേവിയുടെ കൂടെയുള്ള ഭൂതഗണങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. അവർക്ക് മദ്യവും രക്തവും ലൈംഗികതയുമൊക്കെ വേണമെന്ന്. താന്ത്രികമായ ഒരു വ്യാഖ്യാനവുമുണ്ട്. അതായത് ലൈംഗികതയെ ഒരു വഴിപാടായി സമർപ്പിക്കുന്നു എന്ന്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിന് ഒറ്റൊരു ഉത്തരമില്ല. പല വിശ്വാസങ്ങളും ചരിത്രവും എല്ലാം ഇതിൽ കൂടിക്കലർന്നു കിടക്കുന്നു. വിശ്വാസത്തിന്റെ ഈയൊരു രീതി ഇന്നത്തെ കാലത്ത് വലിയൊരു തർക്കവിഷയമായി മാറിയിട്ടുണ്ട്. ഹിന്ദുമതം എന്തായിരിക്കണം, ആരാണത് തീരുമാനിക്കേണ്ടത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ പ്രധാനമായും 2 കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഒരു വശത്ത് കീഴാള വിഭാഗങ്ങൾ ഇതിനെ തങ്ങളുടെ യഥാർത്ഥ പച്ചയായ ഒരു ഭക്തി പ്രകടനമായി കാണുന്നു. ലൈംഗികമായ കാപട്യങ്ങളെ വിമർശിക്കാനും ദേവിയുടെ ശക്തിയെ ആഘോഷിക്കാനുമുള്ളൊരു മാർഗമായി അവരിതിനെ കാണുന്നു. എന്നാൽ മറുവശത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട പലരും ഇതിനെ അശ്ലീലവും ക്ഷേത്രത്തെ അശുദ്ധമാക്കുന്ന ഒന്നുമായിട്ടാണ് കാണുന്നത്.
ഇത് സെൻസർ ചെയ്യണമെന്നാണ് അവരുടെ വാദം. ഒരു ഭക്തന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ദേവിക്ക് അവരുടെ വിരസമായ ഭക്തി ആവശ്യമില്ല. അവൾക്ക് തീ വേണം, ഭ്രാന്ത് വേണം. അവൾക്ക് മദ്യവും രക്തവും ലൈംഗിക വിമോചനവും വേണം. ദേവിയെ പ്രീതിപ്പെടുത്താൻ അശുദ്ധമാക്കുന്നവർ എന്ന പേര് സ്വീകരിക്കാൻ തയ്യാറുള്ളത് ഞങ്ങൾ താഴ്ന്ന ജാതിക്കാർ മാത്രമാണ്. ഇതാ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലേ? ഔപചാരികമായ പൂജകളല്ല, ഈ തീവ്രമായ ഭക്തിയാണ് ദേവി ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഈയൊരു വടംവലി ശരിക്കും പുതിയൊരു കാര്യമല്ല. നമ്മുടെ കലാരൂപങ്ങളിലൊക്കെ ഇത് വളരെ ശക്തമായി തന്നെ പണ്ടുമുതലേ വന്നിട്ടുണ്ട്. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് 1973 പുറത്തിറങ്ങിയ ടി വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമ. ദാരിദ്ര്യം കാരണം അമ്പലം നശിക്കുകയും തന്റെ വിശ്വാസം തന്നെ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വെളിച്ചപ്പാടിന്റെ കഥയാണത്. ആ സിനിമയുടെ ക്ലൈമാക്സ് അത് കണ്ടവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. തന്റെ ഭാര്യ കുടുംബം പോറ്റാൻ വേണ്ടി ശരീരം വിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആ വെളിച്ചപ്പാട് അവസാനമായി ഉറഞ്ഞുതുള്ളുകയാണ്. കൈയിലെ വാളെടുത്ത് നെറ്റിയിൽ ആഞ്ഞുവിട്ടി ആ ചോര ദേവിയുടെ വിഗ്രഹത്തിൽ തുപ്പിയിട്ട് അദ്ദേഹം മരിച്ചു വീഴുന്നു. അടിയൊടിച്ച വിശ്വാസവും മാറുന്ന ലോകത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘട്ടനത്തിന്റെ ഏറ്റവും തീവ്രമായൊരു ചിത്രീകരണമായിരുന്നു അത്. അപ്പോ നമ്മൾ അവസാനമെത്തി നിൽക്കുന്ന ചോദ്യമിതാണ്: ഒരു പുരാതനമായ പാരമ്പര്യം ഇന്നത്തെ ആധുനിക ലോകവുമായി മുഖാമുഖം വരുമ്പോൾ എന്തിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്? എന്താണ് ഉപേക്ഷിക്കേണ്ടത്? കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം ഈ ചോദ്യം ഓരോ വർഷവും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭക്തിയും പ്രതിഷേധവും പുണ്യവും അശ്ലീലവും ഇവയെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ജീവനുള്ള സംഘർഷമായി ആ ഉത്സവം ഇന്നും തുടരുന്നു.